ഈ അമല് കൊണ്ട് ആരുടെ സ്നേഹവും നിനക്ക് നേടിയെടുക്കാൻ സാധ്യമാണ്. ഈ അമല് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ നീ പാറ പോലെ ഉറച്ചു നിൽക്കും. തങ്ങൾ തന്ന ഇത്തരം അമല് ഞാൻ ചെയ്തു, നിങ്ങൾ പ്രായത്തിലാണ്, നല്ല സ്നേഹത്തിലാണ് പറഞ്ഞവരുണ്ട്. ഇത് വലിയ മുജറബായിട്ടുള്ള അമലാണ്. ചെയ്തവർക്കെല്ലാം റിസൾട്ട് ലഭിച്ചു. ഹലാലായ സ്നേഹമാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ അമല് ചെയ്യും. മറ്റുള്ളവരെ സ്നേഹം കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ഈ അമല് ചെയ്ത് നിന്നിലേക്ക് അവരെ അടുപ്പിക്കും. അവർ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും അവരെ കൽബിലേക്ക് നിന്നോടുള്ള മഹബത്തിന് അല്ലാഹു ഇട്ട് കൊടുക്കും. അത്രയും പവറാണ് ഈ അമൽ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എന്നെ സമീപിക്കുന്ന ധാരാളം ആളുകൾ സങ്കടം പറയുന്നതാണ്. ഭർത്താവിന് എന്നോടൊരു സ്നേഹമില്ല, ഞങ്ങളിപ്പോൾ സ്പ്ലിറ്റാണ്, വേർപിരിഞ്ഞിരിക്കുകയാണ്, വാട്സപ്പിൽ വരെ എൻ്റെ നമ്പർ ബ്ലോക്കാണ്, ഞാനൊന്ന് വിളിച്ചാൽ എടുക്കുന്നത് പോലുമില്ല, മക്കളെ കാണണമെന്നുള്ള ആഗ്രഹം പോലും അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹമൊന്ന് പഴയ രീതിയിലൊന്ന് എനിക്ക് ലഭിക്കണം, ഞാൻ ഏത് അമലാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ച് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഭർത്താവിൻ്റെ സ്നേഹം കൊതിക്കുന്നവർ, ഭാര്യയുടെ സ്നേഹം കൊതിക്കുന്നവർ, മക്കളെ സ്നേഹം കൊതിക്കുന്നവർ. അവൻ്റെ പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴേക്കും എന്നെയും അവൻ്റെ ഉപ്പയെയും അവനക്ക് വേണ്ട, അവർ വാടകക്കാണ്, ഞങ്ങളൊന്ന് വിളിക്കാറ് പോലുമില്ല, ഞങ്ങളൊന്ന് നോക്കാറ് പോലുമില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ ചെയ്ത് റിസൾട്ട് ലഭിക്കുന്ന ഒരു അമലാണ് ഈ ഒരു അമൽ, മഹബത്തിൻ്റെ അമൽ. നമുക്കൊന്ന് പറഞ്ഞാലോ, മഹബത്തിൻ്റെ അമൽ. നീ ആരുടെ സ്നേഹമാണോ കൊതിക്കുന്നത് അവരുടെ സ്നേഹം നിനക്ക് ലഭിക്കും, വേണ്ടുവോളം ലഭിക്കും. ഒരു പാറ പോലെ അവരുടെ ഹൃദയത്തിൽ നീ ഉറച്ചു നിൽക്കും. പിന്നെ ആർക്കും അതിനെ വേർപിരിക്കാൻ കഴിയൂല. സിഹർ വന്നുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുള്ള സ്നേഹം പിരിച്ചവരുണ്ട്. അതൊന്ന് കൂട്ടിയോജിപ്പിക്കാൻ ഈ അമല് മതി. ദുനിയാവിലൊരാൾക്കും നിന്നെ പിരിക്കാൻ കഴിയൂല. ഈ അമല് ചെയ്താൽ ഒന്ന് ചെയ്തു നോക്ക്. റിസൾട്ട് ഉറപ്പുള്ള മുജറബായിട്ടുള്ളൊരു അമലാണ്. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. നമുക്ക് അമലിലേക്ക് കടക്കാം. അമൽ പറയുന്നതിൻ്റെ മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും പിരിഞ്ഞിട്ട് കാലങ്ങളായി, എനിക്കാണെങ്കിൽ അവളൊന്ന് വേണം, അവളുടെ പഴയ സ്നേഹം എനിക്ക് വേണം. എൻ്റെ ഭർത്താവ് എന്നെ പിരിഞ്ഞിട്ട് കുറേ കാലങ്ങളായി, അവരുടെ പഴയ സ്നേഹം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമീപിക്കാറുണ്ട്. സിഹർ സംബന്ധമായി പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവർ, കാലങ്ങളായി അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അങ്ങനെ പല ജാതി വിഷയങ്ങളുമായി ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ സമീപിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞ് വരാൻ ശ്രമിക്കുക. ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി നിങ്ങൾ ബുക്ക് ചെയ്യണം. കാരണം നമുക്ക് ധാരാളം ആളുകളാണ് ശനിയും തിങ്കളും ഇവിടെ കൺസൾട്ടിങ്ങിനായി വരുന്നവർ. ഒരു ദിവസം നമുക്ക് പരിധിയുണ്ട്, ആളെടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞാൽ ആ ദിവസത്തെ ബുക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങൾ, ഞങ്ങളെ വിഷമങ്ങൾ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീ തീർത്ത് നൽകണം. ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണം. അള്ളാഹു ഇത്തരം വിഷയങ്ങൾ വലിയ പരിഹാരം ഞങ്ങൾക്ക് നീ നൽകണം റബ്ബേ. ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. ഈ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ അമൽ ചെയ്യാൻ വേണ്ടത് ഒരു നല്ല പനനീര്, നല്ല ഒറിജിനൽ പനനീര്, റോസ് വാട്ടർ, മാ വർദ്. 10 രൂപക്കും 20 രൂപക്കൊക്കെ പനനീര് കിട്ടും. അല്ല, നമുക്ക് വേണ്ടത് ഒറിജിനൽ പനനീര്. ഇതുപോലുള്ള നല്ല ഒറിജിനൽ പനനീരാണ് നമുക്ക് വേണ്ടത്, മാ വർദ്. ഈ പനനീര് ഉടയുന്ന, പൊട്ടുന്ന, പൊളിയുന്ന ചില്ല് കുപ്പി, മരുന്ന് കുപ്പി പോലുള്ള നല്ല ചെറിയ കുപ്പി എടുക്കുക. ഇത് പ്രകാരമുള്ള ചെറിയൊരു കുപ്പി എടുക്കുക, ബ്ലാക്ക് കളറുള്ള ഇത് പ്രകാരമുള്ളൊരു കുപ്പി എടുക്കുക. ഇതിലേക്ക് ഒരു 3/4 ഭാഗം പനനീർ ഒഴിക്കാം, മാ വറുത്ത് പനനീർ ഒഴിക്കാം.
റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നല്ല അത്തർ, സ്പ്രേ അല്ല, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല അത്തർ അതിലേക്ക് പാരുക. എന്നിട്ട് പനിനീരും അത്തറും നല്ല മിക്സ് ചെയ്യുക, നല്ല കുലുക്കി നല്ല മിക്സ് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് വേണ്ടത്, ഭർത്താവിൻ്റെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്, ഭർത്താവിൻ്റെ വസ്ത്രത്തിൽ നിന്നും 3 നൂലെടുക്കുക. ഇനി നൂല് കിട്ടാത്തവർ, ഭർത്താവ് പിരിഞ്ഞിട്ട് വർഷങ്ങളായി, ഫോൺ വിളിക്കാറില്ല, മെസ്സേജ് നോക്കാറില്ല, ബ്ലോക്കാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവാറില്ല, ഞങ്ങൾക്ക് എങ്ങനെ നൂല് കിട്ടും? എല്ലാത്തവർക്കും ഈ അമല് ചെയ്യാം. കിട്ടുന്നവർ 3 നൂലെടുക്കുക ഭർത്താവിൻ്റെ വസ്ത്രത്തിൽ നിന്നും. അല്ലെങ്കിൽ മകൻ്റെ സ്നേഹമാണ് വേണ്ടത്, മകൻ്റെ വസ്ത്രത്തിൽ നിന്നും. എല്ലാം ഹലാലായ രൂപത്തിലുള്ള ഒരാളുടെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അത് 3 നൂലെടുക്കുക. 3 നൂല് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്ന് എടുക്കുക. പിന്നീട് നിങ്ങളുടെയും വസ്ത്രത്തിൽ നിന്ന് 3 നൂലെടുക്കുക. നൂലെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് പിരിക്കുക. രണ്ടും കൂടി, അപ്പോൾ 6 നൂലുണ്ടാവും. 6 നൂലും ഒന്ന് പിരിച്ചതിന് ശേഷം ഈ പനിനീരിലേക്ക്, നമ്മൾ എടുത്തു വെച്ച ഈ ഒരു പാനീയത്തിലേക്ക് ഈ നൂലിടുക. അതായത് അത്തറും പനിനീരും കൂടി മിക്സ് ചെയ്ത ഈ ഒരു പാനീയത്തിലേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ച 6 നൂലും പിരിച്ചത് ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു കളം, മഹബത്തിൻ്റെ ഈ ഒരു കളം ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ പരാതി പറയാറുണ്ട്, തങ്ങളിത് തിരിയുന്നില്ല, കാണുന്നില്ല, ക്ലിയർ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. അതെടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ആരുടെ സ്നേഹമാണ് കിട്ടേണ്ടത്? ഫാത്തിമയുടെ അല്ലെങ്കിൽ അബൂബക്കറിൻ്റെ. ഭർത്താവിൻ്റെ പേര് എന്താണ്? അബൂബക്കറാണ് അല്ലെങ്കിൽ മുഹമ്മദാണ്. മുഹമ്മദ് ഇബ്ന്, മുഹമ്മദിൻ്റെ ഉമ്മാൻ്റെ പേര് നഫീസ, അല്ലെങ്കിൽ അബൂബക്കർ ഇബ്ന് ഖദീജ, ഇതാണ് ഭർത്താവിൻ്റെ പേര്. അല്ലെങ്കിൽ സുലൈമാൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്, സുലൈമാൻ ഇബ്ന് ഫാത്തിമ. പിന്നീട് കഹബ്, അതിൻ്റെ അടിയിൽ കാഫ് ഹാ ബാ എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ അവരുടെ പേര്, നമ്മുടെ പേര് എഴുതാം. ഇത് ചെയ്യുന്ന വ്യക്തിയുടെ, അവരുടെ സ്നേഹമാണ് വേണ്ടത്, അവരുടെ പേര് മുകളിൽ. പിന്നെ ചെയ്യപ്പെടുന്നത്, സ്നേഹം വേണ്ടത്, അവരുടെ പേര് അടിയിൽ എഴുതാം. ചെയ്യുന്ന ആളുടെ പേര് ഫാത്തിമ എന്നാണ്, ഖദീജ എന്നാണ്, ഖദീജ ബിൻത്ത് ഫാത്തിമ. ഖദീജാൻ്റെ അമ്മാൻ്റെ പേര് ഫാത്തിമ എന്നാണ്. എന്നിട്ട് ഇത് റോൾ പരുവത്തിലാക്കുക. റോൾ പരുവത്തിൽ ചുരുട്ടിയതിന് ശേഷം ഈ കുപ്പിയിലേക്ക് അത് ഇറക്കി വെക്കുക. കുപ്പിയിലേക്ക് പരിപൂർണമായിട്ട് ഇറക്കി വെക്കുക. ചിലർ പറയും ഈ വെള്ളം തട്ടിയത് അലിഞ്ഞു പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇറക്കി വെച്ചതിന് ശേഷം നല്ല ഭദ്രമായി പൂട്ടുക, നല്ല ടോപ്പ് ചെയ്യുക. ഈ കുപ്പി കയ്യിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്ത് 21 പ്രാവശ്യം ഓതുക. ഈ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് 21 പ്രാവശ്യം ഓതുക. പിന്നീട് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ അൻഫാലിലെ 63-ാമത്തെ ആയത്ത് 21 പ്രാവശ്യം, രണ്ടും 21 പ്രാവശ്യം ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് 63-ാമത്തെ ആയത്ത് ഓതുക. പിന്നീട് ആ കുപ്പിയോടെ മാറ്റി വെക്കുക. 2-ാമത്തെ ദിവസം ഇപ്രകാരം തന്നെ. അങ്ങനെ 7 ദിവസം, വെറും 7 ദിവസം നിങ്ങൾ ചെയ്താൽ നീ ആഗ്രഹിക്കുന്ന ആളുടെ സ്നേഹം നിന്നിലേക്ക് വന്നു ചേരും. അവരെത്ര വെറുപ്പുള്ള ആളാകട്ടെ, പടച്ച തമ്പുരാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് നിന്നോടുള്ളൊരു മഹബത്തിന് അല്ലാഹു ഇട്ട് കൊടുക്കും. ഈ അമൽ അത്രയും പവറാണ്. നിങ്ങളെ കുറേ ആളുകൾക്ക് കൊടുത്ത് റിസൾട്ട് ലഭിച്ച മുജറബായിട്ടുള്ള അമലാണ്. പാറ പോലെ ഉറച്ചു നിൽക്കും നിന്നോടുള്ള സ്നേഹം അവരുടെ കൽവിൽ. പിന്നെ ഒരു സ്ത്രീയെ നോക്കാൻ പോലോ, ഒരു സ്ത്രീയെ നോക്കാനോ, അവർക്ക് ചാറ്റ് ചെയ്യാനോ എൻ്റെ ഭർത്താവിന് തോന്നൂല, ഇഷ്ടപ്പെടുന്ന ആൾക്ക് തോന്നൂല. അതുകൊണ്ട് ഈ അമല് ചെയ്യാം. നൂല് കിട്ടാത്തവർക്കും ഇൻഷാ അല്ലാഹ് ഈ കളക്ക വരച്ചിട്ട് അച്ചറും പനിനീരും ചേർത്ത് ഈ കളം വരച്ച് പേരെഴുതി ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഓതി നിങ്ങൾക്കും അമല് ചെയ്യാം.
നൂല് കിട്ടുന്നവർക്ക് നൂല് വെക്കാം എന്ന് മാത്രം. കൺമുന്നിലില്ലാത്തവർക്കും ഈ അമൽ ചെയ്യാം. കുറേ ആളുകൾക്കുള്ള സംശയമാണ്, ഞങ്ങൾ എടുത്തില്ലല്ലോ, ഞങ്ങൾ എന്തെങ്കിലും പഞ്ചാര കൊടുക്കാനോ, പഞ്ചസാരയിൽ നമ്മൾ അമൽ പറഞ്ഞിരുന്നു, പഞ്ചസാര കൊടുക്കാനോ നമ്മൾ എടുത്തില്ലല്ലോ, അവർക്ക് എങ്ങനെ പറ്റും? അവർക്കൊക്കെ കൺമുന്നിലില്ലാത്തവർക്ക് പോലും ഈ അമൽ ചെയ്യാം. വീട്ടിലിരുന്ന് 7 ദിവസം നിങ്ങളിത് ചെയ്താൽ മതി. ഒറ്റ ദിവസം ഇതുപോലെ ചെയ്യാം, പിന്നീട് മറ്റുള്ള ദിവസങ്ങളിൽ ഇത് ഓതി 7 ദിവസം പൂർത്തീകരിക്കുക. പൂർത്തീകരിച്ചതിന് ശേഷം ഈ കുപ്പി എന്താ ചെയ്യേണ്ടത്? 7ാമത്തെ ദിവസം നിങ്ങളെ വീട്ടിൽ നല്ലൊരു ഭദ്രമായ സ്ഥലത്ത് ഇത് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹൃദയങ്ങളിലേക്ക് പടച്ച തമ്പുരാൻ നിന്നോടുള്ള മഹബത്തിനിട്ട് കൊടുക്കും. ഇത് റിസൾട്ട് ലഭിച്ചതാണ്. ഇത് ആത്മീയമായിട്ടുള്ളൊരു വഴിയാണ്, ഹലാലായ രൂപത്തിലൂടെയുള്ള വശീകരണമാണ്. ഇൻഷാ അല്ലാഹ് ഇതൊന്ന് ചെയ്തു നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. അല്ലാഹുവേ, ഇത്തരം അമലുകൾ അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മൾ ധാരാളം അമലുകൾ നമ്മൾ പറയുന്നുണ്ട്, ഏറ്റെടുക്കുന്നവരുണ്ട്. അല്ലാഹു ഇതിനൊക്കെ വലിയ ഉത്തരം നീ കൊടുക്കണം. അല്ലാഹ് വലിയ ഉത്തരം നീ കൊടുക്കണേ തമ്പുരാനെ. ഓരോരോ അമൽ പറയുമ്പോഴും ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവർ, ഇതിനെ സ്വീകരിക്കുന്നവർ, അല്ലാഹു എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അല്ലാഹ് ഈ അമലിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഇത് ഉപകാരപ്പെടുന്നവരിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. ലൈക്ക് ചെയ്യാൻ, എന്തെങ്കിലും ഒരു കമൻറ്റ്, അൽഹംദുലില്ലാ ഈ ഒരു അമൽ നമ്മൾ കേട്ടല്ലോ, അതുകൊണ്ട് ഒരു ഹംദ് പറയും. ഒരു ഹംദ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അമലിനെ സ്വീകരിക്കും. അല്ലെങ്കിൽ സമ്മതം ചോദിക്കാം. നിങ്ങൾക്കെല്ലാം ഞാനൊരു സമ്മതം തരികയാണ്, ഒരു ഇജാസത്ത് തരികയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇത് സ്വീകരിക്കുക. വലിയ ഉത്തരം അല്ലാഹു ഇനി നൽകണേ തമ്പുരാനെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.